പഠിച്ച പാഠത്തിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ 3:17 ഈ വീഡിയോയിൽ ഞങ്ങളുടെ സൂപ്പർ മുത്തമ്മയുടെ ദിനചര്യയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മുത്തമ്മ രാവിലെ 3:30-3:30 എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വന്ന് കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി മുഖവും കൈകാലുകളും ഒക്കെ കഴുകി തിരിച്ചു വരും. എന്നിട്ട് ആണ് പിന്നെ അടുത്ത വിളക്ക് കൊളുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇനി വിളക്കിലൊരുക്കുന്നതാണ് അടുത്തത്. അപ്പം ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർ മുത്തമ്മയെ അറിയാവുന്ന മുത്തമ്മയുടെ ബന്ധുക്കളും ഒക്കെ ഉൾപ്പെടെ ഇതേപോലെ അനുകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നടക്കാറില്ല. അപ്പം പലരും പറയുന്നത് മൂത്തമ്മയെ കണ്ട് അതേപോലെ അനുകരിക്കണം, മൂത്തമ്മ ഒരു പാഠമാണ് എന്നാണ്. നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. മൂത്തമ്മയെ അറിയാവുന്ന എല്ലാവരും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ ഇതേപോലെ 3:30-4 മണിക്കുള്ളിൽ വിളക്കൊക്കെ കൊളുത്തി ഇതേപോലെ അതിനുശേഷം ഒരു യോഗ എക്സർസൈസുകളാണ്, ചില മൈനറായിട്ടുള്ള യോഗ എക്സർസൈസുകൾ. എന്നിട്ട് അതുകൊണ്ട് തന്നെ മുത്തമ്മയുടെ എല്ലാ പ്രവൃത്തികളിലും ആ ഒരു എനർജി എപ്പോഴും ഉണ്ടാകാറുണ്ട്. മുത്തമ്മയോട് സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും മുത്തമ്മ അടുത്തുണ്ടെങ്കിൽ ആ ഒരു എനർജി എപ്പോഴും ഫീൽ ചെയ്യും. ആ ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പം മുത്തമ്മയുടെ വീട് കൊടുമണ്ണാണ് മുത്തമ്മയുടെ സ്വന്തം സ്ഥലം. അമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി അമ്മയുടെ കൂടെ നിൽക്കാനും ഞങ്ങളുടെ കൂടെ നിൽക്കാനും ഇടയ്ക്കൊക്കെ മുത്തമ്മ ഇങ്ങനെ വന്ന് ഞങ്ങൾ എങ്ങും പോകാറിലധികം. പക്ഷേ എന്തോ ഭാഗ്യം, മുത്തമ്മയെ വിളിക്കുമ്പോൾ മുത്തമ്മയ്ക്ക് പറ്റുകയാണെങ്കിൽ, അധികം പ്രാവശ്യമില്ല എന്നാലും പറ്റുകയാണെങ്കിൽ വന്ന് നിൽക്കും. എന്നിട്ട് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും, അടുക്കളയിലാണെങ്കിലും വൃത്തിയാക്കുന്നതിലാണെങ്കിലും പച്ചക്കറികൾ അരിഞ്ഞു തരുന്നതിലാണെങ്കിലും ഒക്കെ എല്ലാവരെയും സഹായിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും, പാത്രങ്ങൾ കഴുകുക, അതൊക്കെ ഒരു മടിയും കൂടാതെ, അതായത് മുത്തമ്മ അത് തീരുമാനിച്ചാൽ വേറെ ആരും അത് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് മുത്തമ്മയുടെ ഒരു രീതി. നമ്മളൊക്കെ പലപ്പോഴും ചിലപ്പോൾ ഒരു ലോഹ്യത്തിനോ ഒക്കെ ആയിട്ട് നമ്മൾ പറയും, ഞാൻ കഴുകിത്തരാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്നൊക്കെ. പക്ഷേ നമ്മൾ ചെയ്യാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ്, അല്ല ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. പക്ഷേ മുത്തമ്മ അങ്ങനെയല്ല. അത് മുത്തമ്മ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ജോലി ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് ജ്ഞാനം, സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ നാമജപം, വായന, ഭാഗവത പാരായണം, രാമായണ പാരായണം, അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ
വർഷങ്ങളായിട്ട് ഭാഗവത പാരായണവും രാമായണ പാരായണവും നടത്തുന്ന വ്യക്തിയാണ് മുത്തമ്മ. അപ്പം കുറേ വർഷങ്ങളായിട്ട് ഇതാണ് ദിനചര്യ. ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു രീതിയിൽ ഞങ്ങൾ പലതവണ ശ്രമിച്ചു. ഇതേപോലെ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു തവണ കൂടെ എണീറ്റ് ഇതേപോലെ നമ്മൾ ഒന്ന് ശ്രമിച്ചു. ഇതേപോലെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് യോഗ, പിന്നെ നമ്മളുടെ ജോലിയിലേക്ക് കടക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തവണ ശ്രമിച്ചു. 1-2 തവണ പറ്റിക്കാണും. അല്ലാതെ സ്ഥിരം ഇതുപോലെ ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ശ്രമത്തിലാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ, അപ്പം നമ്മൾ ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ജീവിതം ഏകദേശം നമ്മളുടെ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ. അപ്പം നമ്മളുടെ യുവത്വമുള്ള സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു ദിനചര്യ നമ്മൾ അവലംബിച്ചാൽ, നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പ്ലാനിലുണ്ട്. പുസ്തകങ്ങൾ വായിക്കുക, സിനിമകൾ കാണുക, എഴുതുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കോഴ്സ് പഠിക്കുക, പുതിയ ഭാഷ പഠിക്കുക, ഒരുപാട് കാര്യങ്ങൾ പലതും നമ്മൾക്ക് സാധിക്കാറില്ല. നമ്മൾ പറയും തിരക്കാണ്, സമയം കിട്ടാറില്ല. പക്ഷേ അതൊന്നുമല്ല കാര്യം എന്നുള്ളത് നമ്മുടെ ഈ സൂപ്പർ മുത്തമ്മയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പാട്ടുകളും നാമജപങ്ങളും പുരാണ കഥകളുമൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയാണിത്. ഒരു 10-30 വർഷമെങ്കിലും ആയി കാണും. അപ്പം മുത്തമ്മയ്ക്ക് 81 വയസ്സുണ്ട്. പക്ഷേ ഏറ്റവും ചുറുചുറുക്കായിട്ട് നടക്കുന്ന, ചെറുപ്പക്കാർ പോലും തോറ്റ് പോകുന്ന രീതിയിൽ ചുറുചുറുക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കൗതുകമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പം വീട്ടിൽ വന്ന് ഈ യോഗയൊക്കെ ചെയ്ത് ഇതിന് ശേഷം പിന്നെ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരു 1.5-2 മണിക്കൂറാവും. അതിനുശേഷം ബാക്കിയുള്ള കർമ്മങ്ങളിലേക്കൊക്കെ കടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വീട് വൃത്തിയാക്കുക, മുറ്റമടിക്കുക, പാത്രങ്ങൾ കഴുകുക, പച്ചക്കറികൾ അരിയുക. അപ്പം അവിടെ മുത്തമ്മയുടെ വീട്ടിൽ കുടുംബണ്ണും മുത്തമ്മയുടെ മകനും മരുമകളും 2 പേരക്കുട്ടികളുമാണുള്ളത്. അപ്പോൾ അവരെല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ് മുത്തമ്മയുടെ ഒരു പ്രധാന ജോലി. അപ്പം എല്ലാവർക്കും മുത്തമ്മയുടെ ആ ഒരു പോസിറ്റീവ് വൈബാണ് അവരെല്ലാം അനുഭവിക്കുന്നത്. അതെല്ലാം അവരുടെ ജീവിതത്തിലും എത്ര കഷ്ടപ്പാടുണ്ടായാലും അവരെല്ലാം സംരക്ഷിക്കുന്നത് ആ പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് സമയമില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, മുത്തമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭാഗവത പാരായണത്തിനായിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകും, പുരാണങ്ങൾ പറയാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതേപോലെ പല ക്ലാസ്സുകൾ മുത്തമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇതേപോലെ യോഗയും ഒക്കെ അതിൻ്റെ ക്ലാസ്സുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അപ്പം തിരിച്ച് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാണ് മുത്തമ്മ എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വിടാതെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും മറ്റേ ആ സൂപ്പർ മുത്തമ്മ സീരീസിലെ
ചെറിയ ചെറിയ എപ്പിസോഡുകൾ കണ്ടതാണല്ലോ. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുത്തമ്മ ഒരു കലാകാരിയാണ്. മുത്തമ്മ നന്നായിട്ട് പാടും, നല്ല ഈണമുള്ള, നല്ല സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് നല്ല സ്വരസ്ഥാനങ്ങളുമൊക്കെ ഉള്ള നല്ലൊരു പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ അഭിനയവും ഞങ്ങൾ അതിശയിച്ചു പോയി. അപ്പം ആ ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ പലതവണയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ മൊത്തം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കിനും മടുത്താലും മുത്തമ്മ വീണ്ടും രാത്രി 10 മണി, 11 മണി, 12 മണിയാണെങ്കിലും നമുക്കൊന്നും കൂടെ എടുക്കാം, ശരിയായിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആദ്യമേ കുറേ നമുക്ക് അത് ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിയാലും ഇങ്ങനെ റീടേക്കൊക്കെ എടുക്കണമല്ലോ. പക്ഷേ മുത്തമ്മയ്ക്ക് യാതൊരു ക്ഷീണവും കാണില്ല. മുത്തമ്മ വീണ്ടും എപ്പോഴും റെഡിയാണ്. പക്ഷെ അവസാനം ഒരു സംഭവം അങ്ങ് തരും. അപ്പോൾ അതാണ് അത് ഉഗ്രനായിട്ട് ആണത് പിന്നെ ആ ഒരു സ്കിറ്റ് ഉണ്ടായി വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ യോഗയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പലാചപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം തം ഘോരം കേതും പ്രണമാമ്യകം. 6 മണി വരെയുള്ള ആ സമയം ഇതേപോലെ ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ഇതില്ലേ, അപ്പം അതൊക്കെ ഫോളോ ചെയ്യുക എല്ലാ ദിവസവും അത് ഒരു ഭാഗ്യമാണ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. കിരീടകുണ്ടലം കപീതവസ്ത്രം സരസീരുഹേക്ഷണം സകാരവക്ഷസ്ഥലകൗസ്തുഭശ്രയം നമാമി വിഷ്ണും ശിരസാ ചതുർ. ഒരുപാട് യങ്സ്റ്റേഴ്സ് പോലും കൃത്യസമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഒരു തെറ്റും കൂടാതെ വരാനായിട്ട് ശ്രമിക്കുന്നതും അതിനെ ഏതെല്ലാം രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായ ദാക്ഷി ഹേമാഭാം പീതവസ്ത്രാംഗരഗലിതലസ സർവാലങ്കാരയുക്താം സതതമഭവാനി ശ്രീ വിദ്യാശാന്തമൂർത്തി സകലസുരനുദാം സർവസമ്പദാത്രി സഹസ്രനാമവിലേപന നാമങ്ങളുമൊക്കെയാണ് അടുത്ത പരിപാടി. അരുണാകരുണാതരംഗിതാക്ഷി കൃഷ്ണമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇതേപോലെ ഉണർന്ന് പ്രവർത്തിക്കാനും ദിനചര്യകൾ കൊണ്ടുപോകാനും സാധിച്ചാൽ ഉറപ്പാണ് വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളിലും നമ്മൾ വിജയിക്കാതെ പോകുന്നത് ഒരു കാരണം, കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, ഒന്ന് മടിയും ഒന്ന് ഭയവുമാണെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദിനചര്യ നമ്മൾ കൊണ്ടുപോയാൽ തുടർന്ന് എന്തായാലും നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നാരായണായ നളിനായ തലോചനായ നാമാവശേഷിത മഹാബലി വൈഭവായ നാനാചരാചര വിധായക ജന്മദേശ നാഭീപുടായ മുതമയ്ക്ക് അങ്ങനെ ഏത് മതം എന്നൊന്നുമില്ല. എല്ലാ മതത്തിലും വിശ്വാസവും ബഹുമാനവും ആദരവും മുത്തമ്മയുടെ മകളും മരുമകനും കൊച്ചുമകനും കായംകുളത്താണ് താമസിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സൂപ്പർ മൂത്തമ്മയുടെ ദിവസം തുടങ്ങുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക് യു.